കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പദ്ധതി റദ്ദാക്കണമെന്നാണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. എസ് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, ആരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്? കോടതി ഇത് വേഗത്തിൽ പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇന്ന് ആഘോഷപൂർവ്വം നമ്മൾ കണ്ട കാഴ്ചയാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കൊച്ചി സ്വദേശിയാണ് ഹർജിക്കാരൻ. ഈ പദ്ധതി വിവേചനപരവും ഏകപക്ഷീയവുമാണ് എന്നതാണ് ഈ ഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവ് അത് വിവേചനപരമാണ് എന്ന കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ പദ്ധതി റദ്ദാക്കണം എന്ന കാര്യവും കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സർക്കാർ ഉത്തരവിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് ഈ ഹർജിയിലൂടെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഇൻകം വച്ചുള്ള ഒരു മാനദണ്ഡമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഒരു ലിംഗാടിസ്ഥാനത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി ഇതിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലംഘനമാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14-15 അതിൻ്റെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. സർക്കാരിനെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് ഈ പെറ്റീഷൻ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഇതിൽ തുക നൽകുന്ന സർക്കാരാണ്. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സിക്ക് ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ വിഷയം അത് പരിഹരിക്കുന്നതിന് സർക്കാരാണ് പണം നൽകുന്നത്. ഏകദേശം 800 കോടി രൂപ നൽകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സാധുത അടക്കമുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഹർജി ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഹമ്മദ് ഫിർദൌസ് ആണ് പെറ്റീഷണർ. അദ്ദേഹമാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ ഒരു പെറ്റീഷനുമായി വന്നിരിക്കുന്നത്. ശരി. എന്തായാലും കെ.എസ്.ആർ.ടി.സിയിലെ ഓർഡിനറി ബസ്സിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ഇന്നാണ് ആരംഭിച്ചത്. അപ്പോൾ അത് വിവേചനപരമാണ്, ഭരണഘടനയ്ക്കെതിരാണ് എന്ന കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പൊതു താൽപ്പര്യ ഹർജി വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത് കൊടുത്തയാൾക്ക് അങ്ങനെ ഒരു ചേതോവികാരം എന്നറിയില്ല, അതിൽ രാഷ്ട്രീയമുണ്ടോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു സർക്കാർ തീരുമാനിക്കുന്നു, ഒരു നല്ല കാര്യമെന്ന നിലയ്ക്ക് ഇതിനെ ആളുകൾ സ്വീകരിക്കുന്നു. പക്ഷെ അതിലും ഉയർന്ന കാര്യങ്ങളാണ് കെ.എസ്.ആർ.ടി.സിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇതവർക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആശങ്ക ഉയർന്നിട്ടുണ്ട്.